ഹലോ നമസ്കാരം. മുസ്ലിം പുരുഷന്മാർക്ക് 4 കല്യാണം കഴിക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? എന്നാൽ ഇവിടെ ഒരു അറിവും കൂടി നിങ്ങൾ മനസ്സിലാക്കിയോ. മുസ്ലിം പുരുഷന്മാർ രണ്ടാമതും വിവാഹം കഴിച്ച് അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് കേരള ഹൈക്കോടതിയുടെ ഉത്തരവിറക്കിയിരിക്കുന്നത് കേട്ടോ. എന്താണ് ഫാക്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതായത് കണ്ണൂരിലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് തദ്ദേശ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അത് നിരസിക്കുകയാണ് ഉണ്ടായത്. ആദ്യ ഭാര്യയ്ക്ക് നോട്ടീസ് അയച്ചതിന് ശേഷം അവരുടെ സമ്മതം കിട്ടിയാൽ മാത്രമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. ഹൈക്കോടതിയിൽ സമീപിച്ചപ്പോൾ PV കുഞ്ഞികൃഷ്ണൻ ജസ്റ്റിസ് ഇങ്ങനൊരു ഉത്തരവിറക്കി. ആദ്യ ഭാര്യയുടെ സമ്മതമില്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയില്ല എന്നും നോർമലി സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീ ആയിക്കും മറ്റു സ്ത്രീകളായിക്കോട്ടെ, ആദ്യ ഭാര്യയ്ക്ക് ഒരിക്കലും രണ്ടാമതും ഭർത്താവ് വിവാഹം കഴിക്കുന്നതിനോട് താല്പര്യം ഉണ്ടാകുകയില്ല എന്നും നിരീക്ഷിച്ചു. അതുമാത്രമല്ല, ഇതൊരു മുസ്ലിം വ്യക്തിഗത നിയമമാണെങ്കിൽ പോലും ഭരണഘടനയ്ക്കാണ് മുൻതൂക്കം നൽകുന്നത് എന്നും കൂട്ടിച്ചേർത്തു കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഖുർആനിൽ ഒരു വിവാഹം കഴിച്ച വ്യക്തിക്ക് മറ്റൊരു സ്നേഹബന്ധത്തിൽ ആവുക എന്നുള്ളത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യ ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവിന് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഓരോ ഭാര്യമാരെയും ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമ്മതമാണ് മറ്റൊരു വിവാഹം കഴിക്കുന്ന ഭർത്താവിന് ആ വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമില്ല, അത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് നിങ്ങളുടെ സമ്മതം ആവശ്യമാണ്. ഓർത്തു വയ്ക്കുക. താങ്ക് യു സോ മച്ച്.